ഹോട്ടലിലൊക്കെ പോയി പൂരിയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ബാജി കറി. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അതും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഈസി ആയിട്ട് നമുക്കൊരു ബാജി കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് അധികം ഉഴുന്ന് ചേർത്ത് കൊടുക്കാവേ. ഉഴുന്ന് അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നത് നല്ല ടേസ്റ്റാട്ടോ. ഇനി അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം സവോള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വഴണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, സവോള ഒന്ന് വാടി കിട്ടിയാൽ മതി. കാരണം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കറി കഴിക്കുന്ന കൂട്ടത്തിൽ ചെറുതായിട്ട് സവോള ഒന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ കിഴങ്ങ് വേവിച്ച് നമുക്ക് ആ സവോളയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ആ കിഴങ്ങ് മാത്രം എടുത്ത് അങ്ങ് ചേർത്താൽ മതിയേ. ഇനി കിഴങ്ങെല്ലാം കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കറിലിരിക്കുന്ന ബാക്കി വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് അധികം ലൂസായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലൊരു കുറുകിയ പരുപ്പത്തിലിരിക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബാജി കറി നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ റെഡിയാക്കാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയില അത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഈ ബാജി കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് വരും. അപ്പോൾ നല്ല ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ.